Good evening, all of you, and welcome to the world of statistics. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റുഡൻസ് ആർ വെയിറ്റിംഗ് ഫോർ ദ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് വീഡിയോ. സോ നമ്മൾ സമയം കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് കൊട്ടേഷൻസ് ഫോർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആർ കളക്റ്റഡ് ഫ്രം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്രൈസ് കൊട്ടേഷൻസ് കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? റീറ്റെയിലേഴ്സിൽ നിന്നാണോ, ഹോൾസെയിൽ ഡീലേഴ്സിൽ നിന്നാണോ, ഗവൺമെന്റ് ഡിപ്പോട്ട്സിൽ നിന്നാണോ, അതോ എല്ലായിടത്തുനിന്നും കളക്ട് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ കൺസ്യൂമർ ഓരോ ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് അറിയണം. ഒരു പർപ്പസിനനുസരിച്ചാണ് ഓരോ ഇൻഡെക്സ് നമ്പേഴ്സും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡെക്സ് നമ്പർ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ റിഫ്ലെക്ട്സ് the price paid by consumers for goods and services. കൺസ്യൂമേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. അതിന്റെ ആവറേജ് ഒരു മെഷർമെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോ ഒബ്വിയസ്ലി അത് എവിടെ നിന്ന് കളക്ട് ചെയ്യണം? റീറ്റെയിലേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം. ബിക്കോസ് അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അതേസമയം ഹോൾസെയിൽ ഡീലേഴ്സിൽ നിന്ന് ആ ഡേറ്റ കളക്ട് ചെയ്താലുള്ള കുഴപ്പം എന്താ? ഹോൾസെയിൽ ഡീലേഴ്സ് റിഫ്ലക്ട് ചെയ്യുന്നത്, അതായത് ഹോൾസെയിൽ ഡീലേഴ്സ് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് സാധനങ്ങൾ തരില്ല. നമ്മൾ ചോദിച്ചാ അവർ ചെറിയ ചെറിയ റീറ്റെയിലേഴ്സിന് കൊടുക്കും. റീറ്റെയിലേഴ്സിൽ നിന്ന് നമ്മൾ വാങ്ങും. ശരിയല്ലേ? അപ്പോ ഹോൾസെയിൽ ഡീലേഴ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്ര എഫക്ട് ഉണ്ടാവില്ല. സോ റീറ്റെയിലേഴ്സിൽ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്. ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഗവൺമെന്റ് ഡിപ്പോട്ട്സ് ആണെങ്കിലോ, അതൊരിക്കലും നമ്മുടെ മാർക്കറ്റ് പ്രൈസ് റിഫ്ലക്ട് ചെയ്യുന്ന സംഭവം അല്ല ഗവൺമെന്റ് ഡിപ്പോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഓൾ ഓഫ് ദ എബോവും പറ്റില്ല. സോ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ റീറ്റെയിലേഴ്സിൽ നിന്ന് വേണം പ്രൈസ് കൊട്ടേഷൻസ് കളക്ട് ചെയ്യാനായിട്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് 2 students tosses 3 unbiased coins. 2 സ്റ്റുഡൻസ് 3 അൺബയാസ്ഡ് കോയിൻസ് ടോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദേ ഒബ്റ്റെയിൻ ദ സെയിം നമ്പർ ഓഫ് ഹെഡ്സ്? അവർക്ക് ഒരേ നമ്പർ ഓഫ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് സാമ്പിൾ സ്പേസിൽ ഉണ്ടെന്ന് നോക്കാം. നമുക്കറിയാം 3 കോയിൻസ് അറ്റ് എ ടൈം ടോസ് ചെയ്യുമ്പോൾ 2 ക്യൂബ്, ദാറ്റ് ഇസ് 8 ഔട്ട്കംസ് ആണ് സാമ്പിൾ സ്പേസിൽ ഉണ്ടാവുക. ഏതൊക്കെയാ? HHH, HTH, THH, TTH, THT, HHT, TTT, HTT. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് ഹെഡ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 0 വരാം, ഒരു ഹെഡ് പോലും ഇല്ലാതെ ഇരിക്കാം. 1 വരാം, അതായത് ഒറ്റ ഹെഡ് മാത്രം വരാം. 2 വരാം, 2 ഹെഡുകൾ മാത്രമുള്ള കേസസുകൾ വരാം. 3 വരാം, 3 ഹെഡ് ആയിട്ട് വരാം. ഇങ്ങനെ ആ എക്സിന്റെ വാല്യൂ 0, 1, 2, 3 ഇങ്ങനെ 4 വാല്യൂസ് ആണ് എക്സ് ആക്സെപ്റ്റ് ചെയ്യാം. ബിക്കോസ് 2 പേർക്കും 0 ഹെഡുകൾ വരാം, 2 പേർക്കും 1 ഹെഡുകൾ വരാം, 2 പേർക്കും 2 ഹെഡ്സ് കിട്ടാം, 3 പേർക്കും 3 ഹെഡ്സ് കിട്ടാം. ഇതിൽ ഏത് വേണമെങ്കിലും വരാം. അപ്പോ പ്രോബബിലിറ്റി ഓഫ് സെയിം നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഒന്നുകിൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗെറ്റ് 0 ഹെഡ്സ്, ഓർ എന്ന് പറയുമ്പോൾ പ്ലസ്, അല്ലെങ്കിൽ ബോത്ത് ഗെറ്റ് 1 ഹെഡ്, ഓർ അതും അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗെറ്റ് 2 heads, or അതും അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് both get 3 head. ഇങ്ങനെ 4 കണ്ടീഷൻസിൽ ഏത് വേണമെങ്കിലും വരാം. അപ്പൊ ഓർ വരുന്നോണ്ട് നമ്മൾ അകത്ത് പ്ലസ് ഇടും. ശരിയല്ലേ? ഇനി what is the probability of both get 0 heads? 2 പേർക്കും 0 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? അത് വേണം ഇനി അടുത്ത കണ്ടുപിടിക്കാൻ. സോ പ്രോബബിലിറ്റി ഓഫ് ആദ്യം ഒരാൾക്ക് കിട്ടാനുള്ളത് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ഹെഡ്, ഒരു 0 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? അതായത് ഹെഡ് കിട്ടാതെ ഇരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താ? സിമ്പിൾ, ഒറ്റ കേസേ ഉള്ളൂ, TTT.
So that is 1/8. Simple. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗെറ്റിംഗ് 0 ഹെഡ്സ് എന്തായിരിക്കും? ആദ്യത്തെ ആക്കും കിട്ടിയില്ല, രണ്ടാമത്തെ ആക്കും കിട്ടിയില്ല. സോ 1/8ന്റെ സ്ക്വയർ. ഇതുപോലെ തന്നെയല്ലേ എല്ലാം വരിക. പ്രോബബിലിറ്റി ഓഫ് 1 ഹെഡ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ ബോത്ത് നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് 1 ഹെഡ് എന്താണ് വരിക? ഒരൊറ്റ ഹെഡ് മാത്രം കിട്ടുക. പ്രോബബിലിറ്റി ഓഫ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ ഒറ്റ ഹെഡ് മാത്രം. അത് ഈ ഒരു കേസിൽ വരാം, ഈ ഒരു കേസിൽ വരാം, ഈ ഒരു കേസിലും വരാം. സോ 3 കേസസ് ഉണ്ട് അവിടെ. അപ്പോ 3/8 ശരിയല്ലേ? അപ്പോ 3/8ന്റെ സ്ക്വയർ പ്ലസ് 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 1, 2, 3, അതും 3. സോ 3/8 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഹെഡ് കിട്ടാനുള്ളത്. അത് ആകെ ഒറ്റ സിറ്റുവേഷൻ ഉള്ളൂ. എഗെയിൻ 1/8ന്റെ സ്ക്വയർ. ഈ സ്ക്വയർ വന്ന എങ്ങനെ? ഞാനത് ആ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും എഴുതി കാണിക്കാത്തത്. നമ്മളിപ്പോ ഇതിന് കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ടാണല്ലോ ഇരിക്കണേ. അപ്പൊ ഓരോ സ്റ്റെപ്പ് എഴുതി ചെയ്യാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ജസ്റ്റ് സ്ക്വയർ എടുത്ത് നോക്കിയാൽ മതി. ഇത് ശരിക്കും ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെറുതെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 1/8ന്റെ സ്ക്വയർ വന്ന എങ്ങനെയാ? ബോത്ത് ഗെറ്റ് 0 ഹെഡ്. 2 പേർക്കും 0 ഹെഡ് കിട്ടണം. അപ്പൊ ഒന്നാമത്തെ ആൾക്ക് കിട്ടാനുള്ളത് 1/8, രണ്ടാമത്തെ ആൾക്ക് കിട്ടാനുള്ളത് 1/8. സോ 1/8ന്റെ സ്ക്വയർ. അങ്ങനെ ഓരോന്നും. സോ ഇതിന്റെ ആൻസർ എന്ത് വരും? ഫൈനലി 5/16. ചെയ്ത് നോക്കിക്കൊള്ളാം. 5/16 ആണ് ആൻസർ വരിക. പിന്നെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിടുമ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, ഇത് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ. പ്രോബബിലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്ത് ലോജിക്കലി സ്പീഡപ്പ് ആക്കി ചെയ്യാന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. സോ ശരിയായിട്ടുള്ള രീതിയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പ്രോബബിലിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്തെടുക്കാം. ഇനി ഇതിനും എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വേസ് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഫൈനൽ ആൻസർ 5/16. നമ്മൾ കുറച്ചും കൂടെ എല്ലാരും ചിന്തിക്കുന്ന ഒരു രീതിയായിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ആൻസർ 5/16. 5/16 ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the expected number of failures preceding the first success in an infinite series of independent trials with constant probability P of success in each trial? Expected number of failures preceding the first success. ആ സെന്റൻസ് എവിടെയെങ്കിലും കേട്ടതായിട്ട് വല്ല പരിചയമുണ്ടോ? നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസ്. അത് ഞാൻ തന്നെ നമ്മുടെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസ് എന്താ? ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസ്. നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് പ്രിസീഡിംഗ് ആർത്ത് സക്സസ് വരുമ്പോഴാണ് നെഗറ്റീവ് ബൈനോമിയൽ വരിക. അതിന്റെ സ്പെഷ്യൽ കേസ് ആണ് ജിയോമെട്രിക്. സോ നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസ് എന്ന് പറയുമ്പോൾ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ എത്രയാണെന്ന്, അതായത് ജിയോമെട്രിക്കിന്റെ മീൻ എന്താണെന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് വൈസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് Q/P. അപ്പൊ അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നമുക്ക്. Q/P. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ, Q/P. ഓക്കെ, ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ. If x1, x2, etc. x and b a sample from n0 theta, then a complete statistic for theta. ഈ പ്രോബ്ലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. n0 തീറ്റയാണ്, മ്യൂ തീറ്റ അല്ല. മീൻ 0യും വേരിയൻസ് തീറ്റയുമാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ whatever it is. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് ചോദ്യം. നമ്മൾ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി കംപ്ലീറ്റ് ആണെന്ന് പറയണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് ടി ഈക്വൽ ടു 0 വരണം. എപ്പോ? ജി ഓഫ് ടി ഈക്വൽ ടു 0 വരുമ്പോൾ. ജി ഓഫ് ടി 0 ആകുമ്പോൾ മാത്രം എക്സ്പെക്ടേഷൻ 0 ആയാലേ അത് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മുടെ എക്സൈസ് ഫോളോ ചെയ്യുന്നത് n0 തീറ്റയാണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന x1 ആ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്താ? 0 ആയി. പക്ഷേ x1 0 ആയില്ല. x1 തന്നെയാണ്. അപ്പൊ x1 എന്തായാലും കംപ്ലീറ്റ് ആവില്ല. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞു തരുന്നത്. ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും, പക്ഷെ അത് എല്ലാവർക്കും അപ്പൊ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് നോക്കി.
എക്സ്പെക്ടേഷൻ ഓഫ് x1 എടുത്തു. അത് എടുത്തപ്പോൾ തന്നെ 0 വന്നു. പക്ഷെ x1 0 ആയില്ല. ആ x1ഉം കൂടെ 0 വന്നിട്ട് എക്സ്പെക്ടേഷൻ 0 ആയാലേ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ നമ്മൾ ഒഴിവാക്കി. ഇനി രണ്ടാമത്തെ എന്താ? രണ്ടാമത്തെ ഓപ്ഷനിലുള്ള സംഭവം എന്താ? x1 സ്ക്വയർ. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് x ബാർ വരുമോ നോക്കാം. x ബാർ വന്നാലുള്ള കുഴപ്പം എന്താ? എക്സൈസ് ഫോളോ ചെയ്യുന്ന n0 തീറ്റ ആണെങ്കിൽ എക്സ് ബാർ ഫോളോ ചെയ്യുന്നതും n0 തീറ്റ ബൈ n ആണ്. അപ്പോഴും 0 വന്നു. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ 0 വന്നു. പക്ഷെ എക്സ് ബാർ 0 അല്ല, അതും കംപ്ലീറ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. എക്സ് ബാർ 0 വന്നിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ 0 വന്നായിരുന്നെങ്കിൽ എക്സ് ബാർ കംപ്ലീറ്റ് ആണെന്ന് പറയായിരുന്നു. പക്ഷെ അങ്ങനെ വരാത്തോണ്ട് അതല്ല. അപ്പൊ എന്തായാലും ഓൾ ഓഫ് ദി എബോവ് വരില്ല. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാം? x1 സ്ക്വയർ ആണ് കംപ്ലീറ്റ് എന്ന് പറയാം. ശരിക്കും ഒരു സാമ്പിൾ തരുന്ന കേസിൽ x1 സ്ക്വയർ കംപ്ലീറ്റ് ആണെന്ന് നമ്മൾ ജനറലി പറയാറില്ല. സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ആണ് n0 തീറ്റയില് കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് പറയാം. സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ആണ് കംപ്ലീറ്റ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് പേർപ്പസ്ഫുള്ളി അങ്ങനെ സമ്മേഷൻ ഓഫ് xi സ്ക്വയർ തന്നിട്ടില്ല. പക്ഷെ ഒരെണ്ണത്തിന്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ 2 സെലക്ട് ചെയ്യും, x1 സ്ക്വയർ. പക്ഷെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളാം, n0 തീറ്റയില് സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ആണ് എപ്പോഴും തീറ്റയുടെ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് പറയാം. പിന്നെ നമുക്കറിയാം നമ്മുടെ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനൊക്കെ ഇൻവേരിയന്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഈ സമ്മേഷൻ ഓഫ് xi സ്ക്വയറിന്റെ ഫംഗ്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും, സഫീഷ്യന്റ് ആയിരിക്കും. അപ്പൊ എസ് സ്ക്വയറും ഇവിടെ സഫീഷ്യന്റും കംപ്ലീറ്റും ഒക്കെ ആയിരിക്കും. ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ഒരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ എസ് സ്ക്വയർ നമുക്ക് എടുക്കാം. എസ് സ്ക്വയറും കംപ്ലീറ്റും സഫീഷ്യന്റും ആയിരിക്കും. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ x1 സ്ക്വയർ ആണ്. പക്ഷെ എന്താ പറയാ, എന്താ പറയാ, കറക്റ്റ് ആയിട്ട് നോക്കുമ്പോ x1 സ്ക്വയർ നമ്മൾ പറയാറില്ല. പക്ഷെ ഉള്ള ഓപ്ഷൻസിൽ x1 സ്ക്വയർ ആണ് കറക്റ്റ്. x1 x ബാറും വരാത്ത എന്താന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ എന്തായാലും ഓൾ ഓഫ് ദി എബോവ് വരില്ല. അപ്പൊ x1 സ്ക്വയർ. ശരിക്കുള്ള ആൻസർ സമ്മേഷൻ ഓഫ് xi സ്ക്വയർ ആണ്. പിന്നെ ഇൻവേരിയന്റ് പ്രോപ്പർട്ടി വെച്ച് എസ് സ്ക്വയറും പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഇസ് റിലേറ്റഡ് ടു. ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? അതൊന്നുമില്ല. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഡെഫിനേഷൻ അറിഞ്ഞാൽ മതി. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസ് ഇൻ എ സെറ്റ്. ഒരു സെറ്റിലുള്ള നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ ഇനി ഒന്നും നോക്കാനില്ലല്ലോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസ്. ഒരിക്കലും വെറും നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. ടൈപ്പ് 1 എറർ അല്ല, നൺ ഓഫ് ദ എബോവ് അല്ല, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ. അതാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഡെഫിനിഷൻ തന്നെ. ഓർത്തു വെച്ചോളാം. അപ്പൊ ഓപ്ഷൻ സി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ വിൽ അഫക്ട് ദ പവർ ഓഫ് എ ടെസ്റ്റ് ഇഫ് ദ സൈസ് ഓഫ് ദ ടെസ്റ്റ് ഇസ് റെഡ്യൂസ്ഡ്? ഒരു ടെസ്റ്റിന്റെ സൈസ് റെഡ്യൂസ്ഡ് ആയാൽ അത് പവറിനെ എങ്ങനെ അഫക്ട് ചെയ്യും? ഞാൻ ആദ്യം അതിന്റെ ആൻസർ പറയാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. പവർ കുറയും. പക്ഷെ നമുക്ക് ചിന്തിക്കുമ്പോ ഇപ്പൊ ഒരു ടെസ്റ്റിന്റെ സൈസ് കുറയുമ്പോ, സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈസിന്റെ ഇക്വേഷൻ എന്താ? സൈസിന്റെ ഇക്വേഷൻ എന്താ? സൈസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി ആണ് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി കുറയ്ക്കാമെന്ന് അവർ പറയുന്നത്. അപ്പൊ പവറിന് എന്ത് സംഭവിക്കും? ഒരു ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി കുറയ്ക്കാന്ന് പറഞ്ഞാൽ റിജക്ട് h0 when h0 is true. ശരിയായിരുന്ന ഒരു h0നെ റിജക്ട് ചെയ്തു എന്ന്, ആ എറർ കുറച്ചു എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു എറർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് പവർ കൂടുകയല്ലേ വേണ്ടുന്നേ. അപ്പൊ നമ്മൾ പവർ ഇൻക്രീസ് ചെയ്യാന്നുള്ള ഓപ്ഷൻ അല്ലേ കുത്തേണ്ടതെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി അവിടെ തിയറട്ടിക്കൽ കമ്പോണന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് h0നെ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കുറയുന്നു എന്ന് പറയുമ്പോൾ there is less willing to reject h0. ശരിയാണ്, h0നെ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കുറയുന്നു. at any circumstances, that is whether it is true or false, ശരിയായാലും തെറ്റായാലും h0നെ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കുറയുന്നു എന്നായി പോകും അതിന്റെ അർത്ഥം. Okay, so it lowers the chance of correctly rejecting it.
കറക്റ്റ് ആയിട്ട് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കുറയുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് അങ്ങ് കുറച്ചു, അതായത് ആർട്ടിഫിഷ്യലി കുറച്ചു. അപ്പൊ ശരിക്കും റിജക്ട് ചെയ്യാനുള്ള ചാൻസ്, ശരിയായ രീതിയിൽ റിജക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് കുറയാണ്. അപ്പൊ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? പവർ കുറയാണ് ചെയ്യുക. അപ്പൊ അത് ഓർത്ത് വെച്ചോളാം. സൈസ് കുറച്ചാൽ പവർ കുറയാണ് ചെയ്യുക. ഓപ്ഷൻ ബി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിൽക്കട്ടെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു വന്നാൽ മതി. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ എല്ലാം കൂടി ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഇതിന്റെ ഇത്രയും തിയറട്ടിക്കൽ പാർട്സ് കിട്ടിയില്ലേ, അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാനോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, so wait for the next question workout video and subscribe for more videos. Thank you for